ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്നലെ ബീച്ചിലൊക്കെ പോയിട്ട് ക്ഷീണിച്ച് ഇരിക്കുക. അതെ, ഇന്നലെ സ്നേഹതീരം ബീച്ചിൽ പോയി ഞങ്ങൾ. സ്നേഹതീരം ബീച്ച് അത് കഴിഞ്ഞ പ്രാവശ്യമല്ല, വെക്കേഷൻ ആയ സമയത്തേ കുട്ടികളെ എങ്ങോട്ടും കൊണ്ടുപോയിണ്ടായിരുന്നില്ല. ഓരോ തിരക്കുകളും ഓരോ ദിവസം ഓരോരോ പരിപാടിയായ കാരണം കൊണ്ട് എങ്ങോട്ടും പോകാൻ പറ്റിയില്ല. അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും സ്കൂള് തുറന്നു പറഞ്ഞിട്ട് പോവാണ്ടൊന്നും ഇരിക്കില്ല, നമ്മൾ വീക്കെൻഡിൽ എന്തായാലും പോവാം, നമുക്ക് ഞായറാഴ്ച ശനിയാഴ്ച നോക്കിയിട്ട് പോവാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇന്നലെ പ്ലാൻ ഇട്ടത് സ്നേഹതീരം ബീച്ചിൽ പോയി. അതെ, ഞാന് വേറെ സ്ഥലമായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. ഞാന് മലമ്പുഴ കവ അങ്ങനെ രാവിലെ നേരത്തെ പോയിട്ട് കവയിലൊക്കെ പോയി. പിന്നെ രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാൻ കുറെ കാലം എന്നോട് പറയുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നേരെ മാറ്റി അവന്റെ ഒറ്റ വാശിയില് ശരി എന്നാ പിന്നെ ബീച്ചിലേക്ക്. അവന് കുറെ വെള്ളത്തിൽ കളിക്കണം, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ശരി എന്ന് പറഞ്ഞ അങ്ങനെ നേരെ ഞങ്ങള് ബീച്ചിലേക്ക് പോയി. അവന് വയറിന് സുഖമില്ല, ഫുഡ് ഇൻഫെക്ഷൻ തോന്നുന്നുണ്ട്. അപ്പൊ ഒന്ന് സ്കൂളിൽ പോയിട്ടില്ല, മോള് പോയി, മോൻ പോയിട്ടില്ല. അപ്പൊ അവിടെ രാവിലെ ചെറിയൊരു വയറുവേദന എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ജീരകമൊക്കെ വറുത്ത് വെള്ളമൊക്കെ വെച്ച് കൊടുത്തപ്പോ കുറച്ച് കുറഞ്ഞപ്പോ കുഴപ്പമില്ല, അവിടെ ഇരിക്കുന്നുണ്ട്. സ്കൂള് എന്താ പറയാ, പോകേണ്ട സമയം കഴിഞ്ഞപ്പോ പിന്നെ ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. രാത്രി എല്ലാം കഴിഞ്ഞ് എത്തി. ഒരു സിനിമയ്ക്ക് കൂടി പോകണമെന്ന് വിചാരിച്ചു, പക്ഷെ അതിന് ടൈം കിട്ടില്ല. എത്തിയപ്പോ കുറച്ച് വൈകി, ഞങ്ങൾ കുളി കഴിഞ്ഞപ്പോ വൈകി. അപ്പൊ ഞങ്ങള് പ്ലാൻ ചെയ്തത് ഏതാ ജനനായകൻ സിനിമ കാണാൻ പോണെന്ന് വിചാരിച്ചത്. അപ്പൊ ഞാൻ നോക്കിപ്പോ പക്ഷെ ഈ സാധനം എന്താ സെൻസർ ബോർഡിന്റെ എന്തൊരു ഇഷ്യൂ ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല. അപ്പൊ അത് എവിടെയെങ്കിലും ടിക്കറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെറുതെ ബുക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത് നോക്കിയപ്പോ പടം നോക്കുമ്പോ റിലീസായിട്ടില്ല എന്നുള്ളത് അപ്പോഴാണ് അറിയണത്. അപ്പൊ അതെന്തോ സെൻസർ ബോർഡിന്റെ എന്തോ ഇഷ്യൂ കാരണം നീട്ടി വെച്ചിരിക്കല്ലേ. അങ്ങനെ അതിന്റെ വീഡിയോസ് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കാണുമ്പോഴാണ് നമ്മുടെ വിജയുടെ സിനിമകളുടെ ഇങ്ങനെ കാണിക്കണത്. അവൻ സിനിമ അഭിനയം നിർത്താണ് എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ മോള് ഇത് ശ്രദ്ധിക്കണത്, മോള് വിജയന്റെ ഒരു പക്ക ഫാനാണ്. പക്ക ഫാൻ എന്ന് പറയുമ്പോ അവൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽക്ക് വിജയ് എന്ന് പറഞ്ഞ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ടുപേര് കഴിഞ്ഞ പിന്നെ അടുത്തത് വിജയിന്. അവള് ഓർമ്മ വെച്ച കാലത്ത് ഞങ്ങള് ആ സമയത്താണ് ജില്ല, കത്തി, ആ സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന സമയം. അപ്പൊ ഈ കത്തി സിനിമയിലെ യാർ പെറ്റ മകൻ അല്ലേ, ആ പാട്ട് ഞങ്ങൾ അവൾക്ക് വെച്ചെടുക്കും. ഭയങ്കര ഇഷ്ട പാട്ട് കേട്ടോ വിജയ്. അപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. വിജയിന്റെ പാട്ട് കേട്ടാലേ ഉറങ്ങുള്ളൂ. വിജയിന്റെ പാട്ട് ടിവിയിലൊക്കെ കാർട്ടൂണൊക്കെ ചില സമയത്ത് വെച്ച് കൊടുക്കൂല. അപ്പൊ നമ്മള് വിജയിന്റെ പാട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും ഇരിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് വിജയ്. വലുതായിട്ട് വിജയിന്റെ കൂടെ സിനിമയിൽ അഭിനയിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. അപ്പം ഇത്രയും പറഞ്ഞിട്ട് ഇന്നലെ ഞങ്ങളിങ്ങനെ വിജയ് ഇങ്ങനെ അവൾക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് രാഷ്ട്രത്തിലേക്ക് വരണത് അറിയായിരുന്നു, പക്ഷെ അഭിനയം നിർത്തുന്നത് അറിയില്ലായിരുന്നു. അപ്പൊ ഇന്നലെ അതിനെ കുറിച്ച് കുറെ വീഡിയോകളൊക്കെ കണ്ടപ്പോ ഇതിങ്ങനെ ഞങ്ങളിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ അതിലാണെങ്കിൽ യൂട്യൂബിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് നോക്കി കഴിയുമ്പോഴേക്കും ഈ പാട്ടാ, വിജയ് സിനിമ അഭിനയം നിർത്തുന്നതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തർ വീഡിയോ ഇടുന്നത് ഈ BGM വെച്ചിട്ടാണ്, യാർ പെറ്റ മകനോ. ഇതിങ്ങനെ കേട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇത് കേട്ടിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോ ഇവിടെ ഒന്നും മിണ്ടണില്ല. ഇവിടെ അപ്പുറത്തേക്ക് അതിന് മുന്നേ കുറച്ച് അമ്മ ശരിക്കും അഭിനയം നിർത്തുകയാണോ അതൊക്കെ ചോദിച്ചു. അപ്പൊ അത് രാഷ്ട്രത്തിലേക്ക് അല്ല, അപ്പൊ അഭിനയം നിർത്തുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ നോക്കുമ്പോ തേങ്ങി ഇങ്ങനെ കരയാണ്. ഭയങ്കര കരച്ചില്. അവള് പെട്ടെന്ന് കരയാത്ത ആളാ. എന്താ പറയാ, ഞാൻ അങ്ങനെ കരയില്ല എന്നൊക്കെ ഇപ്പൊ കുറച്ച് നാളായിട്ട് കുറച്ചൊരു വലുതായതിനു ശേഷം ഞാൻ അങ്ങനെ കരയില്ല, ഞാൻ വിജയുടെ കാര്യത്തിൽ അവള് കൈവിട്ടു പോയി. ഞാൻ കരയണൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ നോക്കിയപ്പോണ്ടോ കണ്ണെന്നൊക്കെ വെള്ളം വന്ന് ഏങ്ങലായി കരച്ചിലായി. അത് വിജയുടെ എത്ര മോശം പടാണെങ്കിലും ശരി അവൾക്കത് ഇഷ്ടമാണ്. അത് നല്ലത് മോശമൊന്നും ഇല്ല. വിജയുടെ പടാണെങ്കിൽ അവള് കാണും. അങ്ങനെയാണ് വിജയനൊക്കെ നമുക്ക് അത്യാവശ്യം ഇപ്പൊ കേരളത്തിലൊക്കെ അത്യാവശ്യം ഒരു ആൾക്കാർക്കൊക്കെ വിജയുടെ സിനിമകൾ ഇഷ്ടമാണ്. ആ പാട്ട്, ആ യാർ പെറ്റ മകനോ എന്നുള്ള ആ പാട്ടുണ്ടല്ലോ, അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സങ്ങട് ഭയങ്കരമായിട്ട്. അവള് ചെറുപ്പത്തിൽ തന്നെ ഭയങ്കര ഫീലാണ് അവൾക്ക് ആ പാട്ട് കേൾക്കുമ്പോട്ടോ. ആ പാട്ട് ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു വിഷമവും സങ്കടവും ഒക്കെ കൂടി വന്നിട്ടുള്ളൊരു ഭാവമായിരിക്കും അവൾക്ക് ആ പാട്ട് കേട്ട്. ചെറിയ കുട്ടിയാണ് പിന്നെ അവള് കരയണ കാണുന്നതാണ്. ഞാൻ ആദ്യമായിട്ട് കൊറേ നാളെ ഞാൻ ചീത്ത പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ അവള് ഗൗരവത്തിനും ദേഷ്യത്തിൽ നിൽക്കുള്ളൂ. കുറച്ച് ബോൾഡാണ്. പക്ഷെ ഇന്നലെ തേങ്ങി കരയണത് കാണുന്നത് ഈ ഞങ്ങള് വീഡിയോ കാണുമ്പോ അതിലത്തെ സൗണ്ട് കേട്ടിട്ട് അവൾക്ക് മനസ്സിലായി വിജയ് നിർത്താന്നുള്ളത്. അപ്പൊ ആ ഒരു നിലയ്ക്ക് അവള്
ഭയങ്കര ഫീൽ ചെയ്ത് നോക്ക്. എന്നോട് പറയാ കരയൊന്നല്ല, കണ്ണിൽ പൊടി പോയതാന്ന് പറയും. വീഡിയോ കണ്ടപ്പോ ഞങ്ങൾക്ക് ഭയങ്കര നമുക്കും ഫീൽ ആവും. കാരണം വിജയ് നിർത്തുന്നു പറയുമ്പോ നിർത്തണ്ടേരുന്നില്ല, എന്താ അല്ലെ പെട്ടെന്ന് ഇങ്ങനെ നിർത്തണത്. ഇനി എത്രയോ എത്ര സിനിമകൾ അഭിനയിക്കത്ര അല്ലേ നമ്മളെ. അതിനേറ്റവും വലുതല്ലേ ഒരു നാടിനെ സേവിക്കാന്ന് പറയുന്നത്. അത് ശരിയാണ്. എന്നാലും അങ്ങനെ പെട്ടെന്ന് വലിയതായിട്ട് മുന്നങ്ങനെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ കൂടി ഇല്ലേ നിർത്തണമെന്ന്. പക്ഷെ ഇതിപ്പോ ശരിക്കും ഇതിപ്പോ ലാസ്റ്റ് സിനിമയാണെന്നൊക്കെ പറയുമ്പോ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വല്ലാത്തൊരു വിഷമം. ഞാൻ അവളോട് ചെറുപ്പം മുതലേ അവളോട് പറയാറുണ്ട്, അച്ഛൻ വിജയനെ ഒരു ദിവസം എനിക്ക് കാണിച്ചു തരും. അപ്പൊ എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു അവൾക്ക് എങ്ങനെയെങ്കിലും ഒരു ടൈമിൽ തമിഴ്നാട്ടിൽ പോയിട്ട് കാണിച്ചു കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. എളുപ്പമല്ലാതൊന്നും റിസ്ക് ആണ്, എന്നാലും റിസ്ക് എടുത്ത് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പോ ഒന്നും നടക്കില്ല. ഇനിയിപ്പോ രാഷ്ട്രീയത്തിലേക്കാണ്, ഇനി അടുക്കാൻ പറ്റില്ല അധികം. അപ്പൊ അത്രയ്ക്കും ഇഷ്ടമാണെന്ന് പറയാണ് മോൾക്ക്. ടിവിയിലൊക്കെ സിനിമകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ വിജയന്റെ കണ്ടപടായിരിക്കാം, ചിലപ്പോൾ കത്തി തന്നെ വീണ്ടും ഉണ്ടാവും, അല്ലെങ്കിൽ തുപ്പാക്കി ഏതെങ്കിലും ഉണ്ടാവും. അപ്പൊ ഇരുന്ന് അത് വെക്കും, അത് കഴിഞ്ഞിട്ട് മാറുള്ളൂ. വിജയന്റെ പടമാണെങ്കിൽ മാറ്റാൻ സമ്മതിക്കില്ല. ചെറുപ്പത്തിലൊക്കെ കത്തിയല്ലേ, കത്തി സിനിമ, കത്തി ജില്ല, തുപ്പാക്കിയൊക്കെ ഉണ്ട്. ഇതൊക്കെ എത്ര പ്രാവശ്യം ഇരുന്ന് കാണുകയെന്നറിയോ. ഭയങ്കര ഇഷ്ടമാണ്. വിജയനെ കണ്ടാ മതി, കണ്ടാ മതി. ഇപ്പൊ ഇനി സിനിമയിൽ ഇല്ലല്ലോ എന്ന് കഴിക്കുമ്പോഴുള്ള വിഷമമാണ് അവൾക്ക്. ഒന്ന് സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്, ഇനി വന്നു കഴിഞ്ഞാൽ എന്റെ ടെൻഷൻ ഉണ്ടാവും വീണ്ടും. ഭയങ്കര ഫീലായിരുന്നു. ഭയങ്കര ഫീലിംഗ് ആണ്. അത് കുറച്ച് ബോൾഡായിട്ടുള്ള ആളാ. ഒന്നല്ല അത് കരങ്ങ കണ്ടപ്പോ നമുക്കൊരു ഭയങ്കരതായി. അങ്ങനെയൊക്കെ ആയിട്ട് പോണു. ഇനിയിപ്പോ ഈ ഒരു മാസങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആനുവൽ ഡേ ട്രിപ്പ്, അങ്ങനെ അതായത് സ്കൂൾ ടൂറ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ മാസങ്ങളിലൊക്കെ വരും. പിന്നെ അടുത്ത മാസം ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും അടുത്ത മാസം പിന്നെ ഫുൾ റിവിഷൻ, അത് കഴിയുമ്പോഴേക്കും പരീക്ഷ. അങ്ങനെ ഈ കൊല്ലം കഴിഞ്ഞു. ഒരു കൊല്ലം പെട്ടെന്ന് പോയത് അറിഞ്ഞ തന്നെ ഇല്ല അല്ലേ. നമുക്ക് സ്കൂള് തുറക്കണു ഇതാ പറയുമ്പോഴേക്കും ഒരു വർഷം കഴിഞ്ഞു. മോളിഞ്ഞിപ്പോ 9ാം ക്ലാസ്സിലേക്ക് ആവാനാണ് പോണത്. ഇവിടെ പറയാ 9ാം ക്ലാസ് എത്തി പഠിത്തമൊന്നും കാണാനില്ലേ പറഞ്ഞ പോലെ. മോനിനി 8ലേക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇന്നലെ നമ്മള് സിനിമയുടെ കാര്യം ഇങ്ങനെ പറയാൻ വേണ്ടി, വിജയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്തിട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയില് അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയില് കാണാം. ബൈ. എന്തിനാടി കറിയണേ? അയ്യോ, വിജയനെ കാണണോ? വിജയ് സിനിമ നിർത്തണ പറഞ്ഞപ്പോ ഇത്ര സങ്കടം. എനിക്ക് ഭയങ്കര സങ്കടം തന്നെയാണ്. എന്താടി യാർ പെറ്റ മകനോ നീ യാർ പെറ്റ. അവള് ആ പാട്ട് കേട്ടിട്ടാണ് ഉറങ്ങാറ് ചെറുപ്പത്തില്. ഷോ എവിടെ മുഖത്ത് നോക്കട്ടെ നോക്കട്ടെടി മുഖം ഒന്ന്. കണ്ണിന് പൊടി പോയി നേരത്ത് ലാസ്റ്റ് ഏങ്ങി തുടങ്ങിയാണ്. കരഞ്ഞതല്ല, അയ്യോ എന്നിട്ട് ഏങ്ങണ്. എഫക്റ്റ് കിട്ടില്ല. വിജയന് എത്ര ഇഷ്ടം നിനക്ക്? ആണോ? മുഖം ഒന്ന് കാണിക്കും നോക്കട്ടെ വെറുതെ. അയ്യോ പറഞ്ഞു ലാസ്റ്റ് കരഞ്ഞിരിക്ക. ശരിക്കും നിർത്തിയോ അഭിനയം? വെക്കണം ഒന്നും കൂടെ. അത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കരച്ചില് കൂടും അവൾക്ക്. എന്താ രസം എന്നാ പോടാ. യാർ പെറ്റ മകനോ നീ, യാർ പെറ്റ മകനോ നീ, കുലസാമി മുறைதான் ஒரு முறைதான் உன்னை பார்த்து
താരമേ. പാട്ട് കേട്ടപ്പോ ഒന്നും കൂടി ഫീല് കൂടിയില്ല പൊന്ന. വലുതാവുമ്പോ വിജയിന്റെ നായികയായിട്ട് അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞ ആളാ. അപ്പോഴേക്കും വിജയ് അഭിനയം നിർത്തിയിരിക്കല്ലേ. ആര് പറഞ്ഞു? ഇങ്ങനെ വിഷമിക്കല്ലേ. അതിനിപ്പോ എന്താ, കൊറേ സിനിമകൾ ഉണ്ടല്ലോ, നമുക്ക് അതൊക്കെ കാണാം. പോരെ? ഓക്കെ, സെറ്റാണോ? വിജയനെ അച്ഛൻ കാണിച്ചു. വിജയനെ എന്ത്? ഇനി വിജയ് രാഷ്ട്രീയത്തിലുണ്ടോ? നമുക്ക് എപ്പോഴും ടി വി കാണാം. നമുക്ക് എപ്പോഴും രാഷ്ട്രീയത്തിൽ കാണാം. നമുക്ക് എത്ര സ്ക്രിപ്റ്റിലും വിജയനെ കാണിച്ചുകൊണ്ടിരിക്കും. എത്ര ഇപ്പൊ നമ്മള് പറഞ്ഞു കഴിഞ്ഞാ വിജയ് വീണ്ടും അഭിനയിക്കില്ലല്ലോ. 2 വയസ്സ് ബുദ്ധി വെച്ച കാലം മുതൽക്കുള്ള ആരാധനയാണ് വിജയോട്, അല്ലേ പൊന്നൂന്? ആ ചെറുപ്പത്തിൽ എപ്പോഴും പറയണത് വലുതായ വിജയിന്റെ നായികയായിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ടേ ഇരിക്കുവായിരുന്നു. ഇനി വിജയ് സിനിമ നമുക്ക് ടിവിയിലെ കാണപ്പെടും. രാഷ്ട്രീയത്തിലുണ്ടാവും. അത് ശരിക്കും വേണം. അന്ന് തന്നെ പോയാലോ മുന്നോ, ബുക്ക് ചെയ്താലോ ഫസ്റ്റ് ഷോക്ക്? പിന്നെ അത് മാത്രല്ല, വിജയുടെ മഞ്ഞിപ്പുള്ള മറ്റേ പഴയ പടങ്ങളൊക്കെ റീ റിലീസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് പോയി കാണാം. ഓക്കെ ഓക്കെ. നോട്ടാതെ ഇങ്ങനെ കുറച്ച് ചേച്ചി എനിക്ക് അച്ഛൻ കാണിച്ചോട്ടോ വിജയനെ.